നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുതിർന്ന CPI നേതാവും മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ KK ശിവരാമൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു. ജില്ലയിലെ പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ഇനി സാധാരണ പാർട്ടി അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്നും ശിവരാമൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. നിലവിലുള്ള ഭരണസമിതിയുടെ 5 വർഷ കാലാവധി ഈ മാസം 20 അവസാനിക്കും. രാജകുമാരി പഞ്ചായത്തിലെ നെടുമറ്റത്ത് പകൽ സമയം തസ്കര സംഘം വീട്ടിൽ കയറി വയോധികയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ കേസിൽ ഒരാൾ പിടിയിൽ. തിരുവനന്തപുരം അഞ്ചുമുക്ക് തെരുവത്ത് ബെനാൻസിന്റെ ഭാര്യ സോണിയ എന്ന് വിളിക്കുന്ന സരോജയാണ് പിടിയിലായത്. മൂന്നാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാമസ്വാമി അയ്യർ ഹെഡ്വർക്സ് ഡാമിന് സമീപം മുതിരപ്പുഴയാറിന് കുറുകെ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുക. വിശദമായ വാർത്തകളിലേക്ക്. മുതിർന്ന CPI നേതാവും മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ KK ശിവരാമൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു. CPI ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനെതിരെ KK ശിവരാമന്റെ രൂക്ഷ വിമർശനം. ജില്ലയിൽ പാർട്ടി തകർന്നു. ജില്ലാ സെക്രട്ടറിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല. ജില്ലയിലെ കയ്യേറ്റ പ്രശ്നങ്ങളിൽ ശരിയായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല. പാർട്ടിയിൽ കുറെ കാലമായി വിമർശനവും സ്വയം വിമർശനവുമില്ല. ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടും ഇടപെടാൻ തയ്യാറായിട്ടില്ല. ചൊക്രമുടി കയ്യേറ്റത്തിൽ ജില്ലയിലെ പാർട്ടി മൗനം പാലിച്ചു. കയ്യേറ്റത്തിൽ പങ്കില്ലെന്ന് പറയാനുള്ള ആർജവം ജില്ലാ സെക്രട്ടറിക്ക് ഇല്ല. ജില്ലയിലെ പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ഇനി സാധാരണ പാർട്ടി അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്നും KK ശിവരാമൻ പ്രതികരിച്ചു. പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തോടും അതിൻ്റെ രാഷ്ട്രീയത്തോടും 100% സത്യസന്ധത പുലർത്തി ഈ കാലം മുഴുവൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിന് നിരക്കാത്ത കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ പാർട്ടി നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ആയിട്ട് കാണാൻ കഴിയുന്നു. അതിനപ്പുറത്ത് നിശ്ചിത താല്പര്യങ്ങളാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലെത്തേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിമർശനവും സ്വയം വിമർശനവും. ആ വിമർശനവും സ്വയം വിമർശനവുമാണ് പാർട്ടിയെ കൂടുതൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കരുത്തു പകരുന്നതും പാർട്ടി കേഡർമാരെ വളർത്തിയെടുക്കുന്നു. ഇടുക്കിയിലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വിമർശനവും ഇല്ല, സ്വയം വിമർശനവും ഇല്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നു, അത് കേട്ടിട്ട് പോകുന്നു. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പാർട്ടി സംഘടന ഏതാണ്ട് തകർന്ന് കിടക്കുന്ന അവസ്ഥയാണ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ പാർട്ടി എന്ന നിലയിൽ ശരിയായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ആ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ കയ്യേറ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശരിയായ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഞാൻ 16 വർഷക്കാലം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഇത്തരം വിഷയങ്ങൾക്ക് വളരെ കുറച്ച് നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മണിയാശാൻ മന്ത്രിയായിരുന്നപ്പോൾ മണിയാശാനുമായിട്ട് തുറന്ന ഏറ്റുമുട്ടൽ തയ്യാറാവേണ്ടി വന്നിട്ടുണ്ട്. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം അന്ന് ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, 2018 പാപ്പാത്തിച്ചോലയിൽ കുരിശ് വെച്ച് കയ്യേറിയ 200 ഏക്കറുള്ള സ്ഥലം അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് ചന്ദ്രശേഖരനാണ്. എന്നെയും കൂടി ആവശ്യം അല്ലെങ്കിൽ അഭ്യർത്ഥന മാനിച്ച് അത് എടുത്തു മാറ്റി. അത് സർക്കാരിലേക്ക് കണ്ടുകിട്ടി. വലിയ വിമർശനമുണ്ടായി. CPM-ൻ്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ആ വിമർശനം ഉണ്ടായപ്പോൾ ഈ കുരിശിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കയ്യേറ്റം ആര് നടത്തിയാലും അതിനോടൊപ്പം ഗവൺമെൻറ് നീക്കത്തില്ല, പാർട്ടി നീക്കത്തില്ല എന്ന് ഉറച്ച നിലപാട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം നിലപാടിപ്പോൾ ഇല്ല പാർട്ടിക്ക്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, സംസ്ഥാനത്തെ തന്നെ മുതിർന്ന നേതാക്കൾ ഒരാൾ കൂടിയാണ് KK ശിവരാമൻ. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ഇപ്പോൾ ശിവരാമൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. എന്താണ് വിവരങ്ങൾ?
തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മുതിർന്ന CPI നേതാക്കളിൽ ഒരാളാണ് KK ശിവരാമൻ എന്ന് പറയുന്നത്. ശിവരാമൻ ഇപ്പോൾ സ്വയം പാർട്ടിയിൽ നിന്ന് എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും ഒഴിഞ്ഞുകൊണ്ട് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി ഇല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി നിൽക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലുപരിയായി ശിവരാമൻ സ്വയം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. ജില്ലയിലെ പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് KK ശിവരാമൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ വരുന്ന കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൃത്യമായി മറുപടി നൽകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മുമ്പുണ്ടായിരുന്ന നിലപാടുകൾ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ജില്ലാ സെക്രട്ടറിയുമായും പാർട്ടിയുമായും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിലുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളെല്ലാം തന്നെ സ്വയം ഒഴിഞ്ഞ ഇനി ഒരു പ്രാദേശിക തലത്തിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു സാധാരണ പ്രവർത്തകനായി തുടരുമെന്ന പ്രഖ്യാപനം നടത്തി KK ശിവരാമൻ CPIയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. CPIയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഇടുക്കി പൈനാവിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നിരുന്നു. അവിടെ ഏറ്റവും പ്രധാനമായി ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തിരുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലപ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ KK ശിവരാമൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് വലിയ വിവാദ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. എല്ലാ മാധ്യമങ്ങളടക്കം അത് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഈ തോൽവി നൽകിയിരിക്കുന്ന പാഠം പഠിക്കുവാൻ ഇടുക്കിയിലെ ഇടത് നേതാക്കൾ തയ്യാറാകണം എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ മണ്ണ് അതുപോലെ തന്നെ പാറഖനന മാഫിയകൾക്കൊപ്പം നിൽക്കുന്ന ചില നേതാക്കന്മാരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുടെ ഒരു തുറന്ന എഴുത്തു തന്നെയായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അത് പാർട്ടിക്കും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിനും വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കി എന്ന തരത്തിൽ ഉള്ള ചർച്ചകൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അടക്കം ഉയർന്നു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ സ്വയമായിട്ട് ഈ ജില്ലാ നേതൃത്വവുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ താൻ ഇത്തരത്തിൽ തൻ്റെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും അവസാനിപ്പിച്ച പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച ഒരു സാധാരണ പ്രവർത്തകനായി തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത്തരമൊരു തീരുമാനമെടുത്ത് KK ശിവരാമൻ പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലും വലിയ രീതിയിലുള്ള വിമർശനം ഈ CPIയുടെ നേതാക്കന്മാർക്കെതിരെ ഉന്നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യമാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായും ഒപ്പം തന്നെ ജില്ലാ നേതൃത്വവുമായും ജില്ലയിലെ പാർട്ടിയുമായും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഒത്തുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. ഈ ജില്ലയിലെ വിഷയങ്ങൾ, പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അടക്കം സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ബിനോയ് വിശ്വം അടക്കമുള്ളവർ അതിനൊരു മുഖവിലക്കെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വെക്കുന്നത് ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുവാൻ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ പാർട്ടിക്ക് കഴിയുന്നില്ല. ചൊക്രമുടി കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് CPIക്കെതിരെയും റവന്യൂ വകുപ്പ് മന്ത്രിക്കെതിരെയും അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതിലൊന്നും ജില്ലാ സെക്രട്ടറിക്ക് കൃത്യമായ നിലപാടെടുക്കുവാനോ മറുപടി പറയുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പാർട്ടിയുടെ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ, അതായത് പാർട്ടി CPI ഇടുക്കിയിൽ വഴിതെറ്റി സഞ്ചരിക്കുന്നു എന്നുള്ള തരത്തിലേക്കാണ് CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള KK ശിവരാമൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ആ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന സംസ്ഥാന നേതൃത്വത്തെയും വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, പല വിഷയങ്ങളിലും പാർട്ടിക്ക് അകത്തു നിൽക്കുമ്പോൾ പോലും, ജില്ലാ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ പോലും ഇടതുപക്ഷത്തിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് തുറന്നു പറയുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് KK ശിവരാമൻ. അതിപ്പോൾ CPMന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെയായാലും ഇല്ലെങ്കിൽ CPM സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെയാണെങ്കിലും CPIയുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമല്ല എങ്കിൽ അതിനെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് KK ശിവരാമൻ. ജില്ലയിലെ പാർട്ടി എന്ന് പറയുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ്. 17 വർഷത്തോളം കാലം, ഏതാണ്ട് 16-17 വർഷക്കാലം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് KK ശിവരാമൻ. ആ KK ശിവരാമനാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് ഇവിടെ പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിയില്ല, പാർട്ടിയുടെ
നിലപാടുകൾ ശരിയല്ല എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് താനൊരു സാധാരണ പ്രവർത്തകനായി തുടരും എന്ന ഉറച്ച തീരുമാനമെടുത്ത ഇപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് ഇല്ലെങ്കിൽ പൊതുപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ച ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് ഒതുങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIയുടെ നേതാക്കന്മാർ ആരും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. എന്തായിരുന്നാലും പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു കാര്യം മുമ്പൊക്കെ പറയുമ്പോൾ പോലും അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, ഇല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ പോലും ഇവിടെ CPIക്കുള്ളിൽ വിഭാഗീയത ഉണ്ട്. അതിൻ്റെ ഒരു കൊടുമുടിയിലേക്ക് എത്തി, അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് മുതിർന്ന നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന KK ശിവരാമൻ പാർട്ടിയിൽ നിന്ന് സ്വയം തീരുമാനമെടുത്ത് പുറത്തേക്ക് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. നിലവിലുള്ള ഭരണസമിതിയുടെ 5 വർഷ കാലാവധി ഈ മാസം 20-ന് അവസാനിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഈ മാസം 20-ന് അവസാനിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം വേണം ആദ്യം സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ടത്. സർക്കാർ ഇതിലേക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ മുൻപാകെ വേണം ആദ്യ അംഗം പ്രതിജ്ഞയെടുക്കേണ്ടത്. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ജില്ലാ കളക്ടർമാരും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളെയുമാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗമായിരിക്കും മറ്റംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും പ്രതിജ്ഞയെടുക്കാൻ രേഖാമൂലം അറിയിപ്പ് നൽകും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ ഡിസംബർ 21-ന് രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞ നടപടികൾ ആരംഭിക്കുക. സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാലുടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. ഈ യോഗത്തിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിക്കും. സിറ്റി വിഷൻ, അടിമാലി. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാനാകാതെ അടിമാലി മേഖലയിൽ CPI പാർട്ടിയുടെ അടിമാലി മണ്ഡലത്തിന്റെ പരിധിയിൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് വിജയിപ്പിച്ചെടുക്കാൻ CPIക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ തവണ 11 സ്ഥാനാർത്ഥികൾ അടിമാലി ബ്ലോക്കിന് കീഴിൽ വിവിധയിടങ്ങളിൽ വിജയിച്ചിരുന്നു. മൂന്നാർ പഞ്ചായത്തിലും CPIക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ LDFിലെ രണ്ടാം കക്ഷിയായ CPIക്ക് അടിമാലി മേഖലയിൽ പ്രതീക്ഷിച്ച വിജയവും മുന്നേറ്റവും നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. പാർട്ടിയുടെ അടിമാലി മണ്ഡലത്തിലെ പരിധിയിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് വിജയിപ്പിച്ചെടുക്കാൻ CPIക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ തവണ 11 സ്ഥാനാർത്ഥികൾ അടിമാലി ബ്ലോക്കിന് കീഴിൽ വിവിധയിടങ്ങളിൽ വിജയിച്ചിരുന്നു. ഇത്തവണ മാങ്കുളം, അടിമാലി, കൊന്നത്തടി, വൈസന്മാലി, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ CPIയുടെ അംഗങ്ങളില്ല. വെള്ളത്തോവൽ പഞ്ചായത്തിൽ നിന്നുമാണ് CPIയുടെ ഒരംഗം വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ അടിമാലി പഞ്ചായത്തിലെ CPIയുടെ 2 മെമ്പർമാർ മുന്നണി മാറിയതോടെ LDFിന് ഭരണനഷ്ടമുണ്ടായിരുന്നു. അടിമാലിക്ക് പുറമെ മൂന്നാർ പഞ്ചായത്തിലും CPIക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു. കഴിഞ്ഞ തവണ 8 സീറ്റുകളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ മത്സരിച്ച 14 വാർഡുകളിൽ 4 സീറ്റുകളിൽ മാത്രമാണ് മൂന്നാറിൽ CPIക്ക് വിജയിക്കാനായത്. സിറ്റി വിഷൻ, അടിമാലി. ഡിവിഷൻ മത്സരിച്ചു വന്ന വിവാദങ്ങൾക്കൊടുവിൽ മികച്ച വിജയം നേടിയിട്ട് ആശ്വാസത്തിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. 1.5 പതിറ്റാണ്ട് ശേഷമാണ് UDF പൈനാവ് ഡിവിഷൻ തിരിച്ചുപിടിക്കുന്നത്. റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും ചെറുതോണിയിലെ ബസ് സ്റ്റാൻഡും അടക്കം യാഥാർത്ഥ്യമാകുന്നുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് UDFിന്റെ വിജയത്തിന് കാരണമെന്നും ഫ്രാൻസിസ് പ്രതികരിച്ചു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും പൈനാവ് ജില്ലാ ഡിവിഷൻ ജയിച്ചു വന്ന ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിലാണ്. സ്വാഗതം ചെയ്യാം ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ പൈനാവ് ഡിവിഷനിൽ നിന്ന് ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിജയം നേടി. ജില്ലയിലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിജയം നേടി, ഏറെ അഭിമാനപരമായ ഒരു വിജയം നേടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആദ്യത്തെ സമയത്ത് ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. താങ്കളുടെ ഈ ഡിവിഷനിൽ നിന്ന് മാറി പൈനാവ് ഡിവിഷനിൽ പോയി മത്സരിച്ച് ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു നല്ല വിജയം നേടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ആശയക്കുഴപ്പം എന്നത് അത് പ്രസക്തമല്ല. കാരണം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്.
തീർച്ചയായും സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ജില്ലയിലുള്ള 6 ജനറൽ സീറ്റുകളിൽ എവിടെ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാലും അവിടെ മത്സരിക്കുക എന്നുള്ളതാണ്, പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത്. ആ കാര്യം 100% ആത്മാർത്ഥമായി ചെയ്യുവാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നത് 15 വർഷം മുമ്പ് അഡ്വക്കേറ്റ് ജോർജ് ജോർജാണ് ഏറ്റവും അവസാനം പൈനാവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജയിച്ചതിന് ശേഷം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ആണ്. അപ്പോൾ ആ ഒരു ഡിവിഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, വികസന കാഴ്ചപ്പാടുകൾ എല്ലാം ഒന്ന് വ്യക്തമാക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടതായ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ആ ഡിവിഷനിൽ മരിയാപുരം, വാഴത്തോപ്പ് പഞ്ചായത്തുകൾ പൂർണ്ണമായും, കാമാക്ഷി പഞ്ചായത്തിൻ്റെ 9 വാർഡുകളും, അതോടൊപ്പം തന്നെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളി ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷനുമാണ്. അങ്ങനെ 44 വാർഡുകളാണ് ഈ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ളത്. എല്ലാ വാർഡുകളിലും തന്നെ റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് മോശം സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പം അതിനൊരു പുനരുദ്ധാരണം ഉണ്ടാകണം. പിന്നെ ചെറുതോണിയായി ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഗതാഗത കുരുക്കാണ്. അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം പാതി വഴി നിന്നിരിക്കുകയാണ്. അപ്പം ബസ് സ്റ്റാൻഡ് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം, അത് പൂർത്തീകരിക്കണം. അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ളതാണ്. അതുപോലെ തന്നെ കുടിവെള്ള വിഷയങ്ങൾ പല മേഖലകളിലുമുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നാളുകളിലെ പ്രവർത്തനങ്ങൾക്ക് ഫ്രാൻസിസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ഷിജോ ഫിലിപ്പിനൊപ്പം ഷിനു ഫിലിപ്പ്, സിറ്റി വിഷൻ, ഉപ്പുതറ. ഇനി ശരണമന്ത്രം. സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് എല്ലാവിധ ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുകയാണ് പുല്ലുമേട്ടിലെ ചെക്ക് പോസ്റ്റിന് സമീപം സജ്ജമാക്കിയിരിക്കുന്ന വൈദ്യപരിശോധനാ കേന്ദ്രം. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിയന്തര ചികിത്സ ആവശ്യമായവരെ വണ്ടിപ്പെരിയാറിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിന് ആംബുലൻസിന്റെ സേവനവും സജ്ജമാണ്. ഡോക്ടറും നഴ്സും ഓഫീസറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും നഴ്സിംഗ് അസിസ്റ്റന്റും ഡ്രൈവറും അടങ്ങുന്ന സംഘമാണ് മെഡിക്കൽ ടീമിൽ. തീർത്ഥാടന കാലം 1 മാസം പിന്നിടുമ്പോൾ 3000 പേരാണ് ഇവിടെ ചികിത്സ തേടിയത്. പേശിവേദന, മുറിവുകൾ സംഭവിച്ചവർ, പനി, അട്ടകടിച്ചുണ്ടാകുന്ന മുറിവുകൾ, കണ്ണിന് പ്രയാസം, ശ്വാസമുട്ടൽ തുടങ്ങിയ വിവിധ രോഗാവസ്ഥകളുമായി രോഗികൾ എത്താറുണ്ടെന്ന് കേന്ദ്രത്തിലെ ഡോക്ടർ ദീപു കൃഷ്ണൻ പറയുന്നു. വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 7 ദിവസം വീതമാണ് ഓരോ ടീമിനും ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരെ കേന്ദ്രത്തിൽ സേവനത്തിന് നിയോഗിക്കുന്നു. ആവശ്യത്തിനുള്ള മരുന്നുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ശ്വാസമുട്ട് അനുഭവപ്പെടുന്നവർക്ക് നെബുലൈസേഷൻ, കുത്തിവയ്പ്പുകൾ, മുറിവുകൾ ഡ്രസ് ചെയ്യുന്നതിനുള്ള സൗകര്യം, ഹൃദയസ്തംഭനം ഉണ്ടാകുന്നവർക്കായുള്ള ഡിഫിബ്രിലേറ്റർ, മോണിറ്റർ തുടങ്ങിയ നൂതന ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ശരാശരി 150 മുതൽ 200 പേരെ വരെ ഇവിടെ ചികിത്സ തേടുന്നു. ഇപ്പോൾ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ ദീപു വ്യക്തമാക്കി. ഏകദേശം ഈ കാനനപാത വഴി ഒരു ഡെയിലി 4000-നും 5000-നും ഇടയ്ക്ക് ആളുകൾ കടന്നു പോകുന്നുണ്ട്. അതിനകത്ത് ഒരു ആവറേജ് 150 തൊട്ട് 200-ന്റെ മേളിൽ വരെ ആളുകൾ പലപ്പോഴും വൈദ്യസഹായം തേടിയിട്ട് ഇവിടെ വരാറുണ്ട്. നമുക്ക് അത്യാവശ്യം കൂടുതലും ആളുകൾ മസിൽ പെയിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ചെറിയ ഇഞ്ചുറീസ്, മുറിവുകൾ വരാറുണ്ട് നടന്നു വരുന്ന സമയത്ത്. അതുപോലെ തന്നെ കുറച്ച് ഒരു ഫിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇവിടുന്ന് റെഫർ ചെയ്ത് ഫസ്റ്റ് എയ്ഡ് നൽകിയതിന് ശേഷം റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. സത്രത്തിനും പുല്ലുമേടിനുമിടയിൽ 0 പോയിന്റിലും മെഡിക്കൽ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെയും ആംബുലൻസിന്റെ സേവനം സജ്ജമാണ്. ഡോക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TA സാൻഡി, നഴ്സിംഗ് ഓഫീസർ MS സരിത, നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് കുമാർ, ഡ്രൈവർ ഹരിദാസ് എന്നിവരാണ് പുല്ലുമേട്ടിലെ മെഡിക്കൽ ടീമിൽ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത്. സിറ്റി വിഷൻ, സന്നിധാനം. സത്രം പുല്ലുമേട് കാനനപാത വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ സന്നിധാനം മുതൽ പുല്ലുമേട് വരെയുള്ള പാതയിൽ സംയുക്ത പരിശോധന നടത്തി. സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ P ബാലകൃഷ്ണൻ നായരുടെയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാറിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം രാത്രി പാണ്ടിത്താവളത്തിൽ കാട്ടാന വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിന്റെ മേൽക്കൂരയും കൈവരികളും തകർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കാനനപാതയിൽ പരിശോധന നടത്തി പാതയിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പിന്നീട് ഭക്തരെ കയറ്റിവിട്ടത്. രാവിലെ പാണ്ടിത്താവളത്തിൽ നിന്ന് ആരംഭിച്ച റൂട്ട് പരിശോധനാ സംഘം
11 മണിയോടെ പുല്ലുമേട് പോലീസ് കൺട്രോൾ റൂമിലെത്തി. തുടർന്ന് ഉപ്പുപാറയിൽ തീർത്ഥാടകരെ കടത്തിവിടുന്ന ചെക്ക് പോസ്റ്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാവിധ സുരക്ഷയും വനം വകുപ്പ് ഭക്തർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. രാവിലെ 7 മണിക്കാണ് സത്രത്തിൽ നിന്നുള്ള ആദ്യ അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. അതിന് മുൻപായി തന്നെ വനം വകുപ്പ് ജീവനക്കാർ ഈ പരമ്പരാഗത കാനനപാതയിൽ ആനയോ മറ്റു ഏതെങ്കിലും വന്യജീവികളുടെ സാമീപ്യം അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പരിശോധന നടത്തി അപ്രകാരമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കടത്തിവിടുന്നത്. തിരിച്ച് സന്നിധാനത്തിൽ നിന്നാണെങ്കിൽ രാവിലെ 9 മണിക്ക് ഇതേപോലെ തന്നെ ഈ റൂട്ട് സേഫാണെന്ന് ഉറപ്പുവരുത്തി മാത്രം കടത്തിവിടുന്നുണ്ട്. സത്രം, ഉപ്പുപാറ, കഴുതക്കുഴി, പാണ്ടിത്താവളം എന്നിങ്ങനെ 4 സെക്ഷനുകളാണ് സത്രം വഴിയുള്ള കാനനപാതയിലുള്ളത്. സത്രം, ഉപ്പുപാറ പോയിന്റുകളിൽ പോലീസ് വനം വകുപ്പുമാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. ബാക്കി പോയിന്റുകളിൽ സുരക്ഷാ ചുമതല പൂർണ്ണമായും വനം വകുപ്പിനാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, വാച്ചർമാർ, എക്കോ ഗാർഡുകൾ തുടങ്ങിയവരാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത്. വന്യമൃഗങ്ങളിൽ നിന്ന് ഭക്തർക്ക് സംരക്ഷണം നൽകുന്നതിനായി റൈഫിളുകളുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ സഹായത്തിന് ഫയർഫോഴ്സിന്റെയും NDRFന്റെയും ദേവസ്വത്തിന്റെയും സ്ട്രെച്ചർ സംഘവും സജ്ജമാണ്. പെരിയാർ വെസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള പമ്പ റേഞ്ചും അഴുത റേഞ്ച് ഉദ്യോഗസ്ഥരും യോജിച്ചാണ് കാനനപാത വഴിയുള്ള ഭക്തരുടെ തീർത്ഥാടന യാത്രയിലെ സുരക്ഷ ഏകോപിപ്പിക്കുന്നത്. അഡീഷണൽ SP PA ചന്ദ്രൻ, DYSP പ്രകാശൻ P പടന്നയിൽ തുടങ്ങിയവരും പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, സന്നിധാനം. രാജകുമാരി പഞ്ചായത്തിലെ നടുമറ്റത്ത് പകൽ സമയം തസ്കര സംഘം വീട്ടിൽ കയറി വയോധികയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ കേസിൽ ഒരാൾ പിടിയിൽ. തിരുവനന്തപുരം അഞ്ചുമുക്ക് തെരുവത്ത് ബെനാൻസിന്റെ ഭാര്യ സോണിയ എന്ന് വിളിക്കുന്ന സരോജയാണ് രാജക്കാട് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുമുറ്റം പാലകുന്നൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. ടോമിയുടെ മാതാവ് മറിയക്കുട്ടി മാത്രമായി വീട്ടിലുണ്ടായിരുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന 3 വീട്ടിലെത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് മറിയക്കുട്ടിയുടെ വിരലിലുണ്ടായിരുന്ന 8 ഗ്രാം തൂക്കം വരുന്ന 3 മോതിരങ്ങൾ ഊരിയെടുക്കുകയും അലമാര തുറന്ന് ഇതിലുണ്ടായിരുന്ന 3000 രൂപയും കവരുകയും ചെയ്തു. ഇതിനിടയിൽ കെട്ടഴിച്ചു പുറത്തേക്കോടിയ മറിയക്കുട്ടി ഒച്ചവെച്ച ആളുകളെ കൂട്ടുകയായിരുന്നു. അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും തസ്കരന്മാർ ഓടി രക്ഷപ്പെട്ടിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്വേഷണം നടത്തി വിടുന്നതിനിടയിലാണ് ഒരാൾ പിടിയിലായത്. കോട്ടയം മണക്കാടുള്ള വാടക വീട്ടിൽ നിന്നുമാണ് വ്യാഴാഴ്ച രാത്രിയിൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കൂടെയുണ്ടായിരുന്ന 2 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. പ്രതിയുടെ പേരിൽ പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ 9 കേസുകൾ നിലവിലുണ്ട്. വീടിനടുത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബൈക്കിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. അധികം താമസിയാതെ മറ്റു പ്രതികൾ വലയിലാകുമെന്നും പോലീസ് അറിയിച്ചു. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, രാജാക്കാട്. പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ 10 ലക്ഷത്തോളം വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് കുമളിയിൽ പിടിയിലായി. കാമാക്ഷി സ്വദേശി ബിനീഷ് ദേവ് EVയാണ് കുമളി പോലീസിന്റെ പിടിയിലായത്. നർക്കോട്ടിക് സെല്ലിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസാഫ് സംഘവും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കയറ്റി വരുന്ന പിക്കപ്പ് വാനിനുള്ളിൽ ഉൽപ്പന്നങ്ങൾ 31 ചാക്കുകളിലാക്കി അടക്കിയ ശേഷം മുകളിൽ പച്ചക്കറി കയറ്റി അടിക്കുകയായിരുന്നു. ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചത്. അത് ഇടുക്കി ജില്ലയെ കേന്ദ്രീകരിച്ചിട്ട് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി തന്നുള്ള തയ്യാറെടുപ്പ് കൂടി വാഹനത്തിനകത്ത് വെച്ചിട്ട് അതിന് മുകളിൽ വേറെ മറ്റ് സാധനങ്ങൾ വെച്ചിട്ട് അതിനടിയിൽ സൂക്ഷിച്ച രീതിയിലാണ് നമ്മൾ കണ്ടെത്തിയത്. ഏകദേശം വിപണിയിൽ വിറ്റ് വരുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. പുതിയ ആവശ്യമാണ്. കട്ടപ്പന, കുമളി, ചെറുതോണി, അടിമാലി ഉൾപ്പെടെ ജില്ലകളുടെ വിവിധ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്നതിനാണ് ഉൽപ്പന്നങ്ങൾ എത്തിച്ചതെന്നും പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുമെന്നും ഇൻസ്പെക്ടർ അഭിലാഷ് കുമാർ പറഞ്ഞു. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, കുമളി. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ആശംസകൾ.
KG's Jewelry, Kottayam Kada, since 1950. Our shops, Kattapana, Cherutoni, Adimali, Nedungandam, Rajakad. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാമസ്വാമി അയ്യർ ഹെഡ് വർക്ക്സ് ഡാമിന് സമീപം മുതിരപ്പുഴയാറിന് കുറുകെ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലം തുറക്കുന്നതോടെ കുരുക്കിൽപ്പെടാതെ വാഹനങ്ങൾക്ക് ഹൈറേഞ്ച് ക്ലബ്ബ് വഴി മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കാനാവും. മൂന്നാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാമസ്വാമി അയ്യർ ഹെഡ് വർക്ക്സ് ഡാമിന് സമീപം മുതിരപ്പുഴയാറിന് കുറുകെ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 5 കോടി രൂപയാണ് നിർമ്മാണത്തിനായി ആദ്യഘട്ടത്തിൽ വകയിരുത്തിയത്. പിന്നീട് അഡ്വക്കേറ്റ് രാജ MLA ഇടപെടലിനെ തുടർന്ന് 6.80 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. പാലത്തിന്റെ പ്രധാന തൂണുകളുടെയും ഡെക്കിന്റെയും പണികൾ പൂർത്തിയായി. ഇരുവശത്തുമുള്ള റോഡുകളെ സംബന്ധിക്കുന്നതിനുള്ള നിർമ്മാണം പുരോഗമിക്കുന്നു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മൂന്നാർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് അയവ് വരുത്താൻ സാധിക്കും. പാലം തുറക്കുന്നതോടെ കുരുക്കിൽപ്പെടാതെ വാഹനങ്ങൾക്ക് ഹൈറേഞ്ച് ക്ലബ്ബ് വഴി മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കാനാകും. മൂന്നാറിനോട് ചേർന്നുള്ള പോതമേട് വ്യൂ പോയിന്റിലേക്ക് ഡാമിന് മുകളിലൂടെ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. പാലം തുറക്കുന്നതോടെ വലിയ വാഹനങ്ങൾക്കും പോതമേട് വ്യൂ പോയിന്റിലേക്ക് എത്താനാകും. സിറ്റി വിഷൻ, മൂന്നാർ. കേരള തമിഴ്നാട് അതിർത്തിയായ കുമളിയിൽ തമിഴ്നാട് സർക്കാർ നിർമ്മിച്ച പുതിയ ബസ് സ്റ്റേഷൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 3 പതിറ്റാണ്ടുകാലത്തെ പ്രദേശവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. ഗ്രാമവികസന വകുപ്പ് മന്ത്രി ഐ പെരിയസ്വാമി, ഗതാഗത വൈദ്യുതി വകുപ്പ് മന്ത്രി ശിവശങ്കർ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കുമളിയിൽ തമിഴ്നാട് ഭാഗത്ത് മതിയായ ബസ് സ്റ്റേഷൻ സൗകര്യമില്ലാത്തതിനാൽ റോഡരികിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതായിരുന്നു ഇതുവരെയുള്ള പതിവ്. ഇത് കുമളിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു. ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ പാതയിലെ ദുരിതത്തിനാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വർക്ക്ഷോപ്പ് നിന്നിരുന്ന സ്ഥലത്ത് 5.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ബസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാമവികസന വകുപ്പ് മന്ത്രി ഐ പെരിയസ്വാമി, ഗതാഗത വൈദ്യുതി വകുപ്പ് മന്ത്രി ശിവശങ്കർ എന്നിവർ ചേർന്ന് പുതിയ ബസ് സ്റ്റേഷൻ നാടിനായി സമർപ്പിച്ചു. 18 വാണിജ്യ സമുച്ചയങ്ങൾ, വിശാലമായ യാത്രക്കാരുടെ വിശ്രമമുറി, ആധുനിക രീതിയിലുള്ള ശുചിമുറി സമുച്ചയങ്ങൾ, വാഹന പാർക്കിംഗ് സൗകര്യം, ബസ്സുകൾക്കായി ചെറിയ തോതിലുള്ള വർക്ക്ഷോപ്പ് എന്നിവയോടുകൂടി ആധുനിക ബസ് സ്റ്റേഷനാണ് കുമളിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 30 വർഷമായുള്ള ജനങ്ങളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് ഉദ്ഘാടന സമയത്ത് മന്ത്രിമാർ പറഞ്ഞു. വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും അത്യാധുനിക സൗകര്യങ്ങളോടെ ബസ് സ്റ്റേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചതിന്റെ സന്തോഷമുണ്ടെന്നും പൊതുമുതൽ വൃത്തിയായി സംരക്ഷിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും மந்திரி ஐ பெரியசாமி പറഞ്ഞു. ஒரு 30 ஆண்டுகால கோரிக்கையாக பொதுமக்கள் வைத்திருந்த இந்த கோரிக்கை மாண்புமிகு முதலமைச்சர் அவருடைய ஆணைப்படி நிறைவேற்றப்பட்டிருக்கிறது. கேரள மாநில எல்லையில் அமைந்திருக்கின்ற இந்த பகுதியில் இந்த பேருந்து நிலையம் இல்லாமல் பல்வேறு சிரமங்களுக்கு ஆளாகியிருந்தனர். இன்றைக்கு தங்குமறையுடன் கூடிய இந்த பேருந்து நிலையம் அமைக்கப்பட்டிருக்கிறது. அதே போல ஆண்கள் பெண்கள் இந்த பகுதியிலே பயணிக்கக்கூடியவர்களுக்கு கழிவறை வசதியும் ஏற்பாடு செய்யப்பட்டிருக்கிறது. எனவே തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗ്, കമ്പം MLA-മാരായ രാമകൃഷ്ണൻ ആണ്ടിപ്പെട്ടി, MLA മഹാരാജൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. വ്യാപാര മേഖലയ്ക്ക് ഉണർവ് പകരാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വ്യാപാര ഉത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പണിന്റെ വിതരണം രാജകുമാരിയിൽ ആരംഭിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് വമ്പിച്ച സമ്മാനങ്ങൾ ഒരുക്കുന്നതാണ് പദ്ധതി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് VV കുര്യാക്കോസ് സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ വ്യാപാര മേഖലയ്ക്കാകെ ഉണർവ് പകരാൻ ലക്ഷ്യമിട്ടാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി വ്യാപാര ഉത്സവ നടപ്പിലാക്കുന്നത്.
സമ്മാന കൂപ്പണിന്റെ വിതരണവും ഇതിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുള്ള സമ്മാന കൂപ്പണിന്റെ രാജകുമാരി മേഖലയിലെ വിതരണോദ്ഘാടനം നടന്നു. രാജകുമാരി ടൗണിൽ നടന്ന ചടങ്ങിൽ വ്യാപാരികളായ ഉതുപ്പാച്ചൻ, ബഷി എന്നിവർക്ക് കൂപ്പൺ നൽകിക്കൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് വി കുര്യാക്കോസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപഭോക്താക്കൾക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഈ വ്യാപാരോത്സവം ആരംഭിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം ഒരു ഇന്നോവ ക്രിസ്റ്റ കാറാണ് ബമ്പർ സമ്മാനം. അതേപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ 5 നിയോജകമണ്ഡലങ്ങളിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു നറുക്കെടുപ്പ് വയ്ക്കുകയും ഡിസംബർ 15 മുതൽ മാർച്ച് 31 വരെയാണ് വ്യാപാര ഉത്സവം ഒരുക്കിയിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളിലെ നറുക്കെടുപ്പുകളിലൂടെയാണ് സമ്മാന കൂപ്പൺ വിജയികളെ നിശ്ചയിക്കുന്നത്. രാജകുമാരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകി തുടങ്ങി. രാജകുമാരിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി റോയി വർഗീസ്, യൂണിറ്റ് ട്രഷറർ OA ജോൺ, യൂത്ത് വിംഗ് പ്രസിഡന്റ് റിജോ കുര്യൻ, സെക്രട്ടറി രാജേഷ് എം.ആർ, ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. ഇൻഫാമിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് ദീപശിഖ പ്രയാണം നടത്തി. ഇൻഫാം സ്ഥാപകനായ ഫാദർ മാത്യു വടക്കേമുറിയുടെ കബറിടത്തിൽ നിന്നും ആരംഭിച്ച പ്രയാണം പെരുവന്താനത്ത് നിന്നും ഇൻഫാം ജില്ലാ സെക്രട്ടറി തോമസ് കുട്ടി വാരണത്ത് ജാഥ ക്യാപ്റ്റൻ സെബാസ്റ്റ്യൻ മുക്കുങ്കലിന് ദീപശിഖ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഇൻഫാമിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു. പെരുവന്താനത്തു നിന്നും ഇൻഫാം ജില്ലാ സെക്രട്ടറി തോമസ് കുട്ടി വാരണത്ത് ജാഥ ക്യാപ്റ്റൻ സെബാസ്റ്റ്യൻ മുക്കുങ്കലിന് ദീപശിഖ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറയിൽ താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് കോട്ടിരി ദീപശിഖ ഏറ്റുവാങ്ങി. വെള്ളാരംകുന്നിൽ ജോയി പനന്തോട്ടത്തിൽ ഏറ്റുവാങ്ങി. പുറ്റടിയിൽ അണക്കര താലൂക്ക് പ്രസിഡന്റ് ജയകുമാർ മമ്മത്ത് ഏറ്റുവാങ്ങി. മുണ്ടിയരിമയിൽ സണ്ണി കൊച്ചുകാലായിൽ ഏറ്റുവാങ്ങി. കട്ടപ്പനയിൽ ഇൻഫാം കട്ടപ്പന പ്രസിഡന്റ് ബേബി പുതിയ പറമ്പിൽ ദീപശിഖ ഏറ്റുവാങ്ങി. ദീപശിഖ പ്രയാണം കട്ടപ്പനയിൽ സമാപിച്ചു. കർഷക സംഘടനയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ദീപശിഖ പ്രയാണമാണ് ഇവിടെ കടന്നു പോകുന്നത്. ഇൻഫാം എന്ന സംഘടനയുടെ 25 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ബഹുമാനപ്പെട്ട വടക്കേമുറി അച്ഛൻ്റെ കബറിടത്തങ്കിൽ നിന്നും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആരാധ്യരായ പുളിക്കൽ പിതാവും മരക്കൽ പിതാവും ചേർന്ന് കർഷകർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന നിലപാടുകൾ എടുക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു മാത്തിമുട്ടലച്ചൻ ഞങ്ങളുടെ ദേശീയ ക്ഷത്തിന് അധ്യക്ഷന് പകർന്നു നൽകിയ ദീപശിഖ പ്രയാണം ഹൈറാഞ്ചിന്റെ തിരുവോരങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഫാദർ റോബിൻ പട്ടക്കാലായിൽ, ഫാദർ ആൽബിൻ പുൽത്തകിടിയിൽ എന്നിവർ നേതൃത്വം നൽകി. വിവിധ സ്ഥലങ്ങളിൽ നൽകിയ സ്വീകരണത്തിൽ ഇൻഫാം മേഖല താലൂക്ക് ഗ്രാമ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കി ലയൺസ് ക്ലബ്ബ്. രാജകുമാരി നോർത്ത് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയത്. 2025-26 വർഷത്തെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് MB ശിവൻ നിർവഹിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുവരുന്ന രാജകുമാരി നോർത്ത് ലയൺസ് ക്ലബ്ബ് ഇതിനകം നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. സാമൂഹ്യ സേവന പദ്ധതികൾ തുടരുന്നതിന്റെ ഭാഗമായി 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ 2 പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. രാജകുമാരി B ഡിവിഷൻ കവലയിൽ അപകടസാധ്യത കുറയ്ക്കുന്നതിനായി 2 മിററുകൾ സ്ഥാപിക്കുകയും ഖജനാപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ശുദ്ധജല ലഭ്യതയ്ക്കായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇരു പദ്ധതികളുടെയും ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് MB ശിവൻ നിർവഹിച്ചു. ഖജനാപ്പാറ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി എൽദോസ് ജോർജ്, സോൺ ചെയർപേഴ്സൺ പ്രവീൺ കുമാർ, S മാധവൻ, ക്ലബ്ബ് അംഗങ്ങൾ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ദീപ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ, വെള്ളി ഗ്രാമിന് 221 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മുതിർന്ന CPI നേതാവും മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ KK ശിവരാമൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു. ജില്ലയിലെ പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ഇനി സാധാരണ പാർട്ടി അംഗമെന്ന നിലയിൽ പ്രവർത്തിക്കുമെന്നും ശിവരാമൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. നിലവിലുള്ള ഭരണസമിതിയുടെ 5 വർഷ കാലാവധി ഈ മാസം 20 അവസാനിക്കും. രാജകുമാരി പഞ്ചായത്തിലെ നെടുമറ്റത്ത് പകൽ സമയം തസ്കര സംഘം വീട്ടിൽ കയറി വയോധികയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ കേസിൽ ഒരാൾ പിടിയിൽ. തിരുവനന്തപുരം അഞ്ചുമുക്ക് തെരുവത്ത് ബെനാൻസിന്റെ ഭാര്യ സോണിയ എന്ന് വിളിക്കുന്ന സരോജയാണ് പിടിയിലായത്. മൂന്നാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാമസ്വാമി അയ്യർ ഹെഡ്വർക്സ് ഡാമിന് സമീപം മുതിരപ്പുഴയാറിന് കുറുകെ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുക. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.